നമ്മുടെ നാട്ടിൽ നമ്മൾ പൈസ ഉണ്ടാക്കാൻ എന്നുള്ളതിനേക്കാളുപരി കംഫർട്ടബിളായി പോകണം, എല്ലാ കാര്യങ്ങളും നടക്കണം. സോഷ്യൽ ഇൻട്രാക്ഷനാണ് അവിടെ കൂടുതൽ വരുന്നത്. അതെ, നമ്മൾ ഇതേപോലൊരു ഫൈനാൻഷ്യൽ പീനലൈസേഷൻ കൊടുക്കുമ്പോൾ, ഇപ്പം ഞാനടക്കമുള്ള ആളാണെങ്കിൽ ഒരു എംപ്ലോയി ആയിരുന്നെങ്കിൽ ആദ്യം ചിന്തിക്കുക, ലോഗിൻ വൈകി ഇന്നിനി കയറണ്ട. വയലേഷനിലേക്ക് തന്നെ വരാം. വയലേഷൻ സംഭവിക്കുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് പെയിൻഫുൾ ആയത് കൊടുക്കണം. ചെറിയ പെയിൻഫുൾ അല്ല, നന്നായിട്ട് മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാവുന്ന രീതി പെയിൻഫുൾ ആവണം. എന്നാൽ ഹാം ചെയ്യാനും പാടില്ല. മണിയാണല്ലോ ഏറ്റവും വലിയ പെയിനും നമുക്ക് കിട്ടുന്ന സന്തോഷവും തന്നെയാണ്, അത് പോകുമ്പോഴുള്ള സങ്കടവും തന്നെയാണ്. മണി തന്നെയാണ് എല്ലാം, എനർജി മണിയാണ്. അതെ, നമ്മൾ ഇന്ത്യൻ്റെയും അതേപോലെ UAE അവസ്ഥയൊക്കെ പറഞ്ഞു. നമ്മുടേത് ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഡെമോക്രാറ്റിക് കൺട്രി ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് സൈഡുണ്ട്, അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡുണ്ട്. നമ്മൾ കമ്പയർ ചെയ്യേണ്ട സത്യത്തിൽ ആവശ്യമില്ല. കാരണം ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലോട്ട് UAE പോലുള്ളൊരു സാഹചര്യങ്ങൾ ഒറ്റയടിക്കൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ ഡെമോക്രാറ്റിക് കൺട്രിയാണ് UAE എന്നല്ല. അപ്പോൾ അമേരിക്കയിൽ നടക്കുന്നില്ലേ, അവിടെ ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ. അതെ, UK നടക്കുന്നില്ലേ, അവിടെയൊക്കെ ഫൈൻ ഉണ്ട്. അവിടുത്തെ ഫൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ. ഇവിടെ ഇന്ത്യയിൽ എന്താണ് ഞാൻ പറഞ്ഞത്, ഇപ്പം എൻ്റെ ഒരു വണ്ടിക്ക് എനിക്ക് 100 രൂപയാണ് ഫൈൻ കിട്ടിയത്. അത് ഒരു ഗ്ലാസ്സിന് സ്റ്റിക്കർ ഒട്ടിച്ചു എന്നും പറഞ്ഞിട്ട്. നമുക്ക് കുറേ മുമ്പ് നമ്മൾ യൂസർ വാങ്ങിച്ചതാണ്, അപ്പോഴേ ഉണ്ട്. ഞാൻ സ്റ്റിക്കർ അതിൽ കണ്ടിരുന്നില്ല, കാരണം സ്റ്റിക്കറിൻ്റെ കളർ പോയി അവിടെ സ്റ്റിക്കർ ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചു. ഇവരിത് വന്നപ്പോഴാണ് 100 രൂപയാണ് തന്നത്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. അത് 100 രൂപയല്ലേ. അപ്പോൾ ആ വയലേഷൻസ് ആവർത്തിക്കില്ലേ? നേരെ ആദ്യം മറിച്ച് എനിക്കതൊരു 1000 അല്ലെങ്കിൽ 10,000 രൂപ കിട്ടിയിരുന്നു. ഇവിടെ ഏറ്റവും കുറഞ്ഞത് 500 ദിർഹംസാണ്. അത് കിട്ടിയിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ആരെങ്കിലും ഇപ്പം ഈ പറഞ്ഞ ആളുകളൊന്നും എന്ത് ചെയ്യണ്ട. ഇപ്പം നാട്ടിലിപ്പോൾ ഇതിനെക്കുറിച്ച് അതിനെതിരെ വർത്താനോ ഇങ്ങോട്ട് വർത്താനോ, ഒരാൾക്ക് 100, 1000, ഒരു 10,000 രൂപ കിട്ടിയെന്ന് കേട്ടാൽ എല്ലാവരും ആ നിമിഷം അത് കീറി. ഇത് കൂടുതൽ വാങ്ങിക്കാനല്ലല്ലോ, അത് നടപ്പിലാവാൻ വേണ്ടിയിട്ടല്ലേ. നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരു മെത്തേഡ് മാത്രമാണ് ഈ പീനലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ആളുകളും വ്യക്തിവൈരാഗ്യം കൊണ്ട് ഇതിനിരയായിപ്പെടുന്ന ആളുകളുണ്ട്. നമ്മളുടെ നിയമം എന്ന് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ്. ഇതിൽ പഴുതുകളുണ്ട്. ആ പഴുതുകളാണ് പല ആളുകളും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാറ്റങ്ങൾ കൊണ്ടുവരണം, മാറ്റങ്ങൾ വരണം. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞു, മരങ്ങളോ അല്ലെങ്കിൽ ചെടികളോ ഒന്നുമല്ല മാറ്റങ്ങൾക്ക്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തെങ്ങും അമേരിക്കയിലെ തെങ്ങും രണ്ടും തെങ്ങ് തന്നെ ഒരുപോലെ തന്നെയാണ്. മനുഷ്യരാണ് മാറുന്നത്. നമ്മൾ ഗോവയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഈ ചെടികളും മരങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ മനുഷ്യർ അവരുടെ വേഷവിധാനത്തിലും കാഴ്ചപ്പാടിലൊക്കെ മാറ്റം. എന്തുകൊണ്ടാണ് മനുഷ്യൻ മാറുന്നത്? മനുഷ്യനാണ് മോസ്റ്റ് അഡാപ്റ്റബിൾ പീപ്പിൾ അഡാപ്റ്റബിൾ ലിവിങ് ബീയിങ് എന്ന് പറയുന്നത്. മോസ്റ്റ് അഡാപ്റ്റബിൾ ലിവിങ് ബീയിങ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാരണം തീരുമാനങ്ങൾ എടുക്കുന്നത് ഡെമോക്രാറ്റിക് വേയിലാണ്. ആ തീരുമാനങ്ങൾ പതുക്കെ കൊണ്ടുവരാനേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അത് ഒരു സമൂഹം, ഒരു ഭരണ സമിതി മാത്രമല്ല, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ മാത്രമല്ല തീരുമാനം എടുക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന പല സ്ഥലത്തും നമുക്ക് എൻട്രി ചെയ്യാൻ പാടില്ല, അതിനൊക്കെ പീനലൈസേഷൻ ഉണ്ട്. നമ്മളുടെ സാഹചര്യങ്ങൾ അവിടെ അങ്ങനെ ആയിട്ടില്ല, നമുക്കത് കടന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ലൂപ്പ് ഹോൾസ് ഉള്ള ആളുകൾ അത് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ലൂപ്പ് ഹോൾസ് എല്ലാം അടച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാം. അതിന് ഭരണം വേണമെന്നില്ല, അതിനൊരു റൂള് വേണമെന്നില്ല. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് ക്രോസ് ചെയ്യുന്നത്. ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ എഡ്യൂക്കേറ്റഡായി, മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എഡ്യൂക്കേറ്റഡായി, നമ്മൾക്കത് ചെയ്യാമെന്നുള്ള. ഇന്ത്യയിൽ വരുന്ന എത്ര ആളുകൾ, വിദേശത്ത് ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട്, അവർക്കറിയാം ഈ നാട്ടിലൊക്കെ ചെന്നാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇവർ മനസ്സ് വെച്ചാൽ മതി, നാട്ടിൽ വരുമ്പോൾ ഞാനും ഇങ്ങനെയായിരിക്കും, അതൊരു നല്ല സിസ്റ്റമാണ്, ആ സിസ്റ്റം ഞാൻ ബ്രേക്ക് ചെയ്യില്ല എന്ന് തീരുമാനം എടുക്കുന്നിടത്ത് രാജ്യം പുരോഗതിയിലോട്ട് പോകും. അതെ, ഞാൻ ഈ പറയുന്നത് ഓരോ ഇൻഡിവിജ്വലും നമ്മളെ തീരുമാനമാണ്. ഓരോ രാജ്യത്തിന്റെ പുരോഗതി. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ ഒരു വർഷം മുമ്പ് ഞാനിത് കേട്ടപ്പോൾ എനിക്കത് നടപ്പിലാക്കാനേ പറ്റില്ല. എന്താണ് ഇവർ പറയുന്നതെന്ന് വിചാരിച്ച സാധനം ഇന്നാണ് നടപ്പിലാക്കുന്നത്. എന്ന പോലെ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല, കാരണം നമ്മൾ അത്ര കണ്ട് ആണ്. പക്ഷെ നമുക്ക് കഴിയും ഹനീഫിക്ക്, അതാ ഞാൻ പറഞ്ഞത്. അതെ, ഭരണകർത്താക്കൾക്കാണ് കഴിയാത്തത്.
ഭരണപ്രതിനിധികൾക്കാണ് കഴിയുന്നത്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്ക് കഴിയും. പക്ഷെ എനിക്ക് പോലും അന്ന് ഞാൻ തന്നെ നമ്മളൊരു യാത്രയിലാണ്. ഇതൊക്കെ രാജ്യത്തിന്റെ പുരോഗതി പോലും ഒരു യാത്രയിലാണ്. അതായത് ഇന്ന് നമ്മളെവിടെ, നമ്മുടെ ജനങ്ങൾ എങ്ങനെയെന്നുള്ളത് നമ്മളെ ഇന്ത്യയിലും കേരളത്തിലുള്ള ആളുകളെ വെച്ച് ഇവിടേക്ക് അളക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റൂ. പക്ഷെ എനിക്ക് അന്ന് ആ 100 രൂപ പോകൂലായിരുന്നു. ആ സാധനത്തിന് 10,000 രൂപയാണ് നമ്മളെ നാട്ടിലെ ഫൈൻ എങ്കിൽ എനിക്ക് 100 രൂപ പോകില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. 10,000 പോകില്ലായിരുന്നു. അതെ, ഞാൻ ബ്രേക്ക് ചെയ്യില്ല മാത്രമല്ല ഇതിന്റെ ഗൗരവം കേട്ട എല്ലാവരും അത് മാറ്റിയിരുന്നു. ഇത് 100 രൂപ ഇട്ടുകൊണ്ടാണ് ഇന്നും അത് ബ്രേക്ക് ചെയ്ത് ഇഷ്ടംപോലെ ആളുകൾ മാറി വരുന്നുണ്ട്. പീനലൈസേഷൻ ഒക്കെ കൂടി വരുന്നുണ്ട്. സാഹചര്യങ്ങൾ മാറും, തീർച്ചയായിട്ടും മാറും. മാറിയേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതിന് ഇതുപോലെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് മാറി വരുന്നുണ്ട്. ഇപ്പൊ വലിയ വലിയ ഫൈനുകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലും മാറ്റം വന്നു. ഫൈൻ ഇടുക എന്നത് തന്നെയാണ് ഇതിന് ഏറ്റവും മാറി വരാനുള്ള സൗകര്യം എന്നതുകൊണ്ടാണ് ഇന്ന് വലിയ വലിയ രാഷ്ട്രങ്ങളിലൊക്കെ നമുക്കറിയാം എല്ലായിടത്തും ഇത് നടക്കുന്നത്. അല്ലാതെ ജനാധിപത്യവും മറ്റൊന്നും വ്യത്യാസം കൊണ്ടല്ല. കാര്യം നടക്കണം, മാറി വരണം, ആളുകൾക്ക് പെയിൻ ഉണ്ടാവണം. അതാണ് നമ്മൾ പറഞ്ഞത്, ഗത എന്ന സാധനം യൂസ് ചെയ്യണം. തീർച്ചയായും യൂസ് ചെയ്യാതെ മാറില്ല. അതാണ് 4ാമത്തെ നമ്മുടെ കാര്യം. വീണ്ടും നമ്മുടെ എൻവയോൺമെന്റ് ആണ് ഇതിനൊക്കെ അടിസ്ഥാനം. നമ്മുടെ എൻവയോൺമെന്റിൽ ആരൊക്കെയാണ് നമ്മളുടെ ആ ചുറ്റുപാടുകൾ? എൻവയോൺമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്, ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. ആ ഇന്റേണൽ എൻവയോൺമെന്റ് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. ആ തീരുമാനങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ് അതിനും ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് സമ്മതമുള്ള ആളുകൾ മാത്രം ഉള്ളിലോട്ട് കയറിയാൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഇത് ബ്രേക്കിംഗ് വരില്ല. ബ്രേക്കിംഗ് വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കുറവാണ് എന്നുള്ളതാണ്, വളരെ കുറയും. അപ്പോൾ ഈ തീരുമാനം എടുക്കാനുള്ള മനഃശക്തി നമുക്ക് വേണം. കാരണം നമ്മുടെ നാട്ടിലൊരു കമ്പനി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയാണ്, നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ, കറക്റ്റ് സമയത്ത് ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ സാലറി പോകും. ഇതാണല്ലോ നമുക്ക് പരമാവധി ഒരു പീനലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പിള്ളേരെന്ത് ചെയ്യും? അവിടെ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ വിദേശത്തോട്ടൊക്കെ വരുമ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടെന്നല്ല, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. സന്തോഷിക്കാൻ, ഇങ്ങനെ ഇതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ നമ്മൾ പൈസ ഉണ്ടാക്കാൻ എന്നുള്ളതിനേക്കാളുപരി കംഫർട്ടബിളായി പോകണം, എല്ലാ കാര്യങ്ങളും നടക്കണം. സോഷ്യൽ ഇൻട്രാക്ഷനാണ് അവിടെ കൂടുതൽ വരുന്നത്. നമ്മൾ ഇതേപോലെ ഒരു ഫൈനാൻഷ്യൽ പീനലൈസേഷൻ കൊടുക്കുമ്പോൾ, ഇപ്പം ഞാനടക്കമുള്ള ആളാണെങ്കിൽ ഒരു എംപ്ലോയി ആയിരുന്നെങ്കിൽ ആദ്യം ചിന്തിക്കുക, ലോഗിൻ വൈകി, ഇന്നിനി കയറണ്ട, ലീവ് അടിക്കും. എന്തായാലും പോയില്ലേ, ഞാൻ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അത് എനിക്ക് സോഷ്യലി ബാക്കിയുള്ള സിനിമയ്ക്ക് പോകാം, കൂട്ടുകാരൊത്ത് അടിച്ചു പൊളിച്ചെടുക്കാം. പക്ഷേ അവിടെ ആ കമ്പനിക്ക് അതൊരു ലോസ് ആയിട്ടാണ് മാറുന്നത്. ഇതാണ് അവിടെയും ഇവിടെയും തമ്മിലുള്ള മെൻറ്റാലിറ്റി. ഇവിടെ നമുക്കത് മാറ്റി നിർത്താൻ കഴിയും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ വരുന്നത് എന്തിനാ? അന്നത്തെ എൻ്റെ പൈസ പോയല്ലോ എന്നുള്ള ചിന്താഗതിയാണ്.